Hello friends. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണ്? ചിക്കൻ. എന്ത് ചിക്കൻ? അതെ, അഫ്ഗാനി ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ മലായി ടിക്ക, മലായി ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ഒന്നുകൂടി നല്ല ടേസ്റ്റൊക്കെ ഒന്നുകൂടി നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം എടുത്തിട്ടുള്ളത് ഒരു 800 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് നമ്മൾ ചേർക്കുന്നത്. അതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വേണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി അത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റം റെഡിയാക്കി എടുക്കാം. അതിന് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഒരു ഹാൻഡ്ഫുള്ളായിട്ടുള്ള മല്ലിയില മതിക്ക് ചേർക്കുകയാണ്. ഒരു പിടി മല്ലിയില. അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് പുതിനയാണ്. പുതിന അതിൻ്റെ നേരെ പകുതി, ഒരു അരപ്പിടി, അതായത് ഒരു ഹാഫ് ഹാൻഡ്ഫുൾ ഓഫ് മിൻറ്റ് ലീഫ്. ഒരു മീഡിയം സൈസ് ഓനിയന് 4 കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലി നമുക്കൊരു 5 തൊട്ട് 10 ഗ്രീൻ ചില്ലി വരെ ഇതിലേക്ക് ചേർക്കാം. അത് നമ്മൾ എടുക്കുന്ന ഗ്രീൻ ചില്ലിയുടെ വലുപ്പവും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട ഒരു 15 തൊട്ട് 20 വരെ ഉള്ള കാഷ്യൂ, അതായത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മതിയാവും. ഒരു സ്മോൾ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 കാഷ്യൂ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർക്കാം. അതിലേക്ക് ഫ്രഷ് ക്രീം 1 കപ്പ്, അതിലേക്ക് 1 ടീസ്പൂണ് പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി. കസൂരി മെത്തി ഇട്ട് കൊടുക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം. കൈമലായി നമ്മളെ സാരില്ല. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ നമുക്ക് ഇതിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും നല്ല മസാല പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കിതും മാറ്റി വെക്കണം. സ്റ്റവ് എടുത്ത് ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ ഗ്രിൽ പാനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഈ ഗ്രിൽ പാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ ചിക്കനെ നമുക്ക് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കനൊക്കെ ഒരു ഏകദേശം ഒരു 80% ഒരു 80-85% ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ സ്റ്റവ് ഓൺ ചെയ്യാം. ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊരു ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ വേഗം മെൽട്ടാക്കി എടുക്കണം. നമുക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതിന് പകരം. പക്ഷേ ബട്ടർ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നുകൂടി നന്നായിട്ട് റിലിഷായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ചേർക്കുകയാണ്. അതായത് ഗ്രാമ്പൂ, പട്ട, കുറച്ച് ഏലക്കായ, കുരുമുളക് കേട്ടോ. ഇതിൽ പൊട്ടകളൊക്കെ പൊട്ടി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളെ ആദ്യം അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത്. നമ്മൾ നേരത്തെ ഉപ്പ് ചിക്കനിലേക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഉപ്പ് വേണ്ടവർക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമ്മളെ
ചിക്കന് ഒരു 100% കുക്കാവും. ഫ്രണ്ട്സ്, നമ്മളിവിടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വാവ്, നമ്മൾ വിചാരിച്ച അതേ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേഗം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. സ്റ്റവ് നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് കോറിയൻഡർ ലീഫ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തു. വലിയ സംഭവമായിട്ടുള്ള ഗാർണിഷ് ഒന്നല്ല, എന്നാലും ഒരു പേരിന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കാണെങ്കിലോ അതിൻ്റെ ചൂടുകൊണ്ട് ഇത് മോക്കൊന്നും കൊടുക്കാനും വയ്യ, പക്ഷേ മോക്കുകാണെങ്കിലോ ഇത് കണ്ടിട്ട് കഴിക്കാതിരിക്കാനും വയ്യ. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റായി ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു ഐറ്റം വരുന്നതാണ്. അപ്പോൾ ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.